ജയിക്കുന്ന മനുഷ്യൻ. നാളത്തെ ലോകത്ത് നിലനിൽക്കാൻ നേടേണ്ട 10 സ്കില്ലുകൾ. മനുഷ്യ ചരിത്രത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച നിരവധി വിപ്ലവങ്ങൾക്ക് ഈ ഭൂമി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കല്ല് ചെത്തിമിനുക്കി ആയുധമാക്കിയ ശിലായുഗം മുതൽ നീരാവി യന്ത്രങ്ങൾ, ലോകത്തിന്റെ വേഗത കൂട്ടിയ വ്യവസായ വിപ്ലവം വരെയും വിവര സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയ കമ്പ്യൂട്ടർ യുഗം വരെയും മനുഷ്യൻ തന്റെ ബുദ്ധിശക്തി കൊണ്ട് പ്രകൃതിയെയും സാഹചര്യങ്ങളെയും കീഴടക്കി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകവും സങ്കീർണവുമായ ഒരു ക്രോസ് റോഡിലാണ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയുടെ യുഗമാണ്. മുൻപത്തെ വിപ്ലവങ്ങളെല്ലാം മനുഷ്യന്റെ ശാരീരിക അധ്വാനത്തെ ലഘൂകരിക്കാനോ അവയ്ക്ക് പകരമാകാനോ ഉള്ളതായിരുന്നു എങ്കിൽ AI ലക്ഷ്യമിടുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷതയായ ചിന്താശേഷിയെയാണ്. മനുഷ്യനേക്കാൾ വേഗത്തിൽ കണക്കുകൂട്ടാനും ഡാറ്റ വിശകലനം ചെയ്യാനും ഭാഷകൾ കൈകാര്യം ചെയ്യാനും ചിത്രം വരയ്ക്കാനും കോഡിംഗ് ചെയ്യാനും ഇന്ന് യന്ത്രങ്ങൾക്ക് സാധിക്കുന്നു. ഈ മാറ്റം മനുഷ്യരാശിയിൽ ഒരു വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. AI നമ്മുടെ ജോലികൾ കവർന്നെടുക്കുമോ? ഭാവിയിൽ മനുഷ്യന് എന്താണ് പ്രസക്തി? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പുസ്തകം. AIയെ ഭയപ്പെടേണ്ട ഒന്നായല്ല, മറിച്ച് മനുഷ്യന്റെ പരിണാമത്തിലെ അടുത്ത ഘട്ടമായാണ് നമ്മൾ കാണേണ്ടത്. കാൽക്കുലേറ്റർ വന്നപ്പോൾ ഗണിതശാസ്ത്രജ്ഞർ ഇല്ലാതായില്ല, മറിച്ച് അവർ കൂടുതൽ സങ്കീർണമായ സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ തുടങ്ങി. അതുപോലെ AI വരുന്നതോടെ ഇല്ലാതാകുന്നത് മനുഷ്യനല്ല, മറിച്ച് മനുഷ്യൻ ഇന്നുവരെ ചെയ്തുകൊണ്ടിരുന്ന ആവർത്തന സ്വഭാവമുള്ള ജോലികൾ മാത്രമാണ്, റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസ്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും വരികൾക്കിടയിലൂടെ വായിക്കാനും വികാരങ്ങളെ തൊട്ടറിയാനും നൈതികമായ ശരി തെറ്റുകൾ വിവേചിച്ചറിയാനും അതിന് കഴിയില്ല. കാരണം AI പ്രവർത്തിക്കുന്നത് മുൻപ് നൽകപ്പെട്ട ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് അനുഭവങ്ങളുടെയും വികാരങ്ങളുടെയും പ്രകൃതിദത്തമായ ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണ്. ഭാവി ലോകത്ത് നിലനിൽക്കാനും AIയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാനും നമുക്ക് ചില പ്രത്യേക കഴിവുകൾ ആവശ്യമാണ്. അവ കമ്പ്യൂട്ടർ കോഡിങ്ങോ സാങ്കേതിക വിദ്യകളോ മാത്രമല്ല, മറിച്ച് നമ്മെ കൂടുതൽ മനുഷ്യനാക്കുന്ന കഴിവുകളാണ്. യന്ത്രങ്ങൾക്ക് ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്ത, നമ്മൾ നിർബന്ധമായും സ്വായത്തമാക്കേണ്ട ആ 10 സുവർണ കഴിവുകളിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് ഈ പുസ്തകം. വരൂ, നമുക്ക് നാളത്തെ ലോകത്തെ നയിക്കാൻ സ്വയം സജ്ജരാകാം. ക്രിട്ടിക്കൽ തിങ്കിങ്, വിവരങ്ങളുടെ പെരുമഴയിലെ വിവേചന ബുദ്ധി. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ മഹാസമുദ്രത്തിലാണ്. വിരൽത്തുമ്പിൽ ഗൂഗിളും ChatGPTയും പോലുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഏത് ചോദ്യത്തിനും സെക്കൻഡുകൾക്കകം ഉത്തരം ലഭ്യമാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം സത്യമാണോ? അവയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടകളുണ്ടോ? ഈ വിവരങ്ങൾ വിശകലനം ചെയ്ത് ശരിയായ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അഥവാ യുക്തിസഹമായ ചിന്താശേഷി ഒരു പ്രധാന കഴിവായി മാറുന്നത്. ഒരു വിവരത്തെ കാണുന്നത് പോലെയോ കേൾക്കുന്നത് പോലെയോ വിഴുങ്ങാതെ ചോദ്യം ചെയ്യാനും അപഗ്രഥിക്കാനും വസ്തുതകൾ പരിശോധിക്കാനുമുള്ള കഴിവാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. AI ടൂളുകൾക്ക് വലിയ അളവിലുള്ള ഡാറ്റ സെക്കൻഡുകൾക്കുള്ളിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. എന്നാൽ അതിന് വിവേചനാധികാരം ഇല്ല. ഇന്റർനെറ്റിലുള്ള കോടിക്കണക്കിന് ഡാറ്റകളിൽ നിന്ന് പാറ്റേണുകൾ കണ്ടെത്തി ഒരു മറുപടി നൽകുക മാത്രമാണ് AI ചെയ്യുന്നത്. ഈ ഡാറ്റയിൽ തെറ്റുകളോ പക്ഷപാതങ്ങളോ ഉണ്ടെങ്കിൽ AI നൽകുന്ന ഉത്തരവും തെറ്റായിരിക്കും. ഇതിനെ AI ഹാലൂസിനേഷൻ എന്ന് വിളിക്കുന്നു. അതായത് തെറ്റായ കാര്യങ്ങൾ വളരെ ആധികാരികമായി AI വിളിച്ചു പറയും. അവിടെയാണ് മനുഷ്യന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇടപെടേണ്ടത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ പ്രധാന ഘടകങ്ങൾ നോക്കാം. വസ്തുതാപരമായ വിശകലനം, ഒബ്ജക്റ്റീവ് അനാലിസിസ്. വ്യക്തിപരമായ താത്പര്യങ്ങളോ വികാരങ്ങളോ മാറ്റിവെച്ച് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കാര്യത്തെ വിലയിരുത്തുക. ചോദ്യം ചെയ്യാനുള്ള ആർജവം, ക്വസ്റ്റ്യനിങ് അസംഷൻസ്. ഇത് ആരാണ് പറഞ്ഞത്? ഇതിന്റെ ഉറവിടം എന്താണ്? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താത്പര്യങ്ങളുണ്ടോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ശീലിക്കുക. പക്ഷപാതങ്ങൾ തിരിച്ചറിയൽ, ഐഡന്റിഫയിങ് ബയസ്.
മനുഷ്യർക്കും AI അൽഗോരിതങ്ങൾക്കും സ്വന്തമായ പക്ഷപാതങ്ങൾ ഉണ്ടാകാം. കോഗ്നിറ്റീവ് ആൻഡ് അൽഗോരിത്മിക് ബയസ്. അവയെ തിരിച്ചറിഞ്ഞ് സമഗ്രമായി ചിന്തിക്കുക. വരും കാലങ്ങളിൽ കമ്പനികൾക്ക് വേണ്ടത് വെറുതെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയല്ല, മറിച്ച് AI നൽകുന്ന ഡാറ്റ പരിശോധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന മാനേജർമാരെയും ലീഡർമാരെയുമാണ്. ഒരു കമ്പനിയുടെ ഭാവി ബിസിനസ് തന്ത്രം രൂപീകരിക്കാൻ AI ആവശ്യപ്പെട്ടാൽ അത് മുൻകാല മാർക്കറ്റ് ഡാറ്റ വെച്ച് ഒരു റിപ്പോർട്ട് തരും. എന്നാൽ ആ മാർക്കറ്റിലെ മനുഷ്യരുടെ പെരുമാറ്റ രീതികൾ, വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ധാർമ്മികമായ പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ആ റിപ്പോർട്ട് നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരു മനുഷ്യന് മാത്രമേ സാധിക്കൂ. ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെ വളർത്തിയെടുക്കാം? വായിക്കുക, വ്യത്യസ്ത വീക്ഷണങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടേതിന് വിരുദ്ധമായ ആശയങ്ങളുള്ള പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കുക. ഇത് ചിന്തയുടെ ആഴം കൂട്ടും. 5 വൈസ് രീതി ഉപയോഗിക്കുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ ആഴത്തിലുള്ള കാരണത്തിലേക്ക് എത്താൻ തുടർച്ചയായി 5 തവണ എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്നുമായിരിക്കണം അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്. ഉത്തരങ്ങൾ കൃത്യമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം, വെറും ഊഹങ്ങളാകരുത്. 5 തവണ ചോദിക്കുമ്പോഴേക്കും പ്രശ്നത്തിന്റെ ആഴത്തിലുള്ള യഥാർത്ഥ കാരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ബ്ലെയിം ഗെയിം ഒഴിവാക്കുക. ആര് കാരണം എന്നല്ല, എന്ത് കാരണം എന്നാണ് നോക്കേണ്ടത്. മനുഷ്യരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം പ്രോസസ്സിലെ പിഴവുകൾ കണ്ടെത്തുക, പരിഹരിക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ലഭിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും വിലയിരുത്താനും സ്വയം സമയം അനുവദിക്കുക. വിവരങ്ങൾ വിഴുങ്ങുന്നവരല്ല, വിവരങ്ങളെ ഭരിക്കുന്നവരാണ് ഭാവിയിലെ വിജയികൾ. അതിനുള്ള ആയുധമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. 0 നിന്നുള്ള പടവുകൾ. AI കവിതകൾ എഴുതുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു, സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നു. പിന്നെ എങ്ങനെ മനുഷ്യന്റെ സർഗാത്മകത AIയേക്കാൾ മികച്ചതാകും? പലരുടെയും മനസ്സിലുള്ള വലിയൊരു സംശയമാണിത്. മിഡ് ജേണി, DALL-E, ChatGPT തുടങ്ങിയ ടൂളുകൾ മിനിറ്റുകൾക്കുള്ളിൽ അതിമനോഹരമായ കലാരൂപങ്ങൾ സൃഷ്ടിക്കുന്നത് കാണുമ്പോൾ സർഗാത്മകത മനുഷ്യന്റെ കുത്തകയല്ലാതായി മാറിയോ എന്ന് തോന്നാം. എന്നാൽ AI ചെയ്യുന്നത് സർഗാത്മകതയല്ല, മറിച്ച് ഡാറ്റ പുനഃസംയോജനം, ഡാറ്റ റീകോമ്പിനേഷൻ മാത്രമാണ്. മനുഷ്യൻ പണ്ടെഴുതിയ ലക്ഷക്കണക്കിന് കവിതകളും വരച്ച ചിത്രങ്ങളും വിശകലനം ചെയ്ത് അവയിലെ ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരെണ്ണം ഉണ്ടാക്കുക മാത്രമാണ് AI ചെയ്യുന്നത്. ചുരുക്കത്തിൽ AIക്ക് ഭൂതകാലത്തിലെ ഡാറ്റയില്ലാതെ ഒരു പുതിയ ചിന്തയും ഉണ്ടാക്കാൻ കഴിയില്ല. മനുഷ്യന്റെ സർഗാത്മകത അതല്ല. മനുഷ്യൻ 0 നിന്ന്, ഔട്ട് ഓഫ് നത്തിങ്, അല്ലെങ്കിൽ തന്റെ സവിശേഷമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നു. പലരും ചിന്തിക്കുന്നത് സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി എന്നാൽ ചിത്രരചനയോ സംഗീതമോ എഴുത്തോ മാത്രമാണെന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. ജീവിതത്തിലെയും ബിസിനസ്സിലെയും പ്രശ്നങ്ങളെ വ്യത്യസ്തമായ കോണിലൂടെ കണ്ട് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതും ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ്, പുതിയൊരു ബിസിനസ് മോഡൽ രൂപീകരിക്കുന്നതുമെല്ലാം സർഗാത്മകതയുടെ ഭാഗമാണ്. യന്ത്രങ്ങൾക്ക് ലോജിക് മാത്രമേ അറിയൂ. AI കൃത്യമായ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ ആ നിയമങ്ങളെ മറികടന്ന് ചിന്തിക്കുന്നു. തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്. മനുഷ്യന്റെ സർഗാത്മകതയുടെ സവിശേഷതകൾ. വികാരങ്ങളുടെ പശ്ചാത്തലം, ഇമോഷണൽ ഡെപ്ത്. അമ്മയുടെ സ്നേഹമോ പ്രണയനഷ്ടത്തിന്റെ വേദനയോ ഒരു വിപ്ലവത്തിന്റെ ആവേശമോ അനുഭവിക്കാൻ യന്ത്രങ്ങൾക്ക് കഴിയില്ല. മനുഷ്യന്റെ കലയും ആശയങ്ങളും ജനിക്കുന്നത് ഈ വികാരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റു മനുഷ്യരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. അപ്രതീക്ഷിതമായ ചിന്തകൾ. പൂർണ്ണമായും യുക്തിരഹിതമെന്ന് തോന്നുന്ന 2 കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു പുതിയ ആശയം ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയും. ശാസ്ത്രത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇത്തരം അപ്രതീക്ഷിത ചിന്തകളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. സംസ്കാരവും ജീവിതാനുഭവങ്ങളും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ സങ്കടങ്ങൾ, ഇവയെല്ലാം നമ്മുടെ സർഗാത്മകതയെ സ്വാധീനിക്കുന്നു.
ഇത് ഓരോ മനുഷ്യനിലും വ്യത്യസ്തമായിരിക്കും. AI ഇത്തരം വ്യക്തിഗത അനുഭവങ്ങൾ ഇല്ല, പേഴ്സണൽ എക്സ്പീരിയൻസസ്. AI സജീവമാകുന്നതോടെ റുട്ടീൻ ജോലികളെല്ലാം യന്ത്രങ്ങൾ ചെയ്യും. അതോടെ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വേറിട്ടു നിർത്താൻ വലിയ രീതിയിലുള്ള സർഗാത്മക ആശയങ്ങൾ ആവശ്യമായി വരും. പരസ്യങ്ങൾ, ബ്രാൻഡിംഗ്, സവിശേഷ ഉൽപ്പന്ന രൂപകൽപ്പന, പ്രൊഡക്റ്റ് ഡിസൈൻ, തനതായ മാനുഷിക സ്പർശമുള്ള സേവനങ്ങൾ, ഹ്യൂമൻ സെൻട്രിക് സർവീസസ് എന്നിവയിലെല്ലാം സർഗാത്മകതയുള്ള മനുഷ്യർക്ക് ഡിമാൻഡ് ഏറും. AI ഒരു മികച്ച അസിസ്റ്റന്റായി കൂടെയുണ്ടാകും. എന്നാൽ ക്രിയേറ്റീവ് ഡയറക്ടർ എപ്പോഴും മനുഷ്യൻ തന്നെയായിരിക്കും. നമ്മുടെ ഉള്ളിലെ സർഗാത്മകതയെ എങ്ങനെ ഉണർത്താം? കുട്ടികളെ പോലെ ചിന്തിക്കുക. കുട്ടികൾക്ക് മുൻവിധികളോ ലോകം നിശ്ചയിച്ച അതിരുകളോ ഇല്ല. കുട്ടികളെ പോലെ ക്യൂരിയോസിറ്റി നിലനിർത്താൻ ശ്രമിക്കുക. വിവിധ മേഖലകളിൽ അറിവ് നേടുക. നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ കലയെക്കുറിച്ചോ മനഃശാസ്ത്രത്തെക്കുറിച്ചോ വായിക്കുക. വ്യത്യസ്ത മേഖലകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നത്. ക്രോസ് പോളിനേഷൻ ഓഫ് ഐഡിയാസ്. പരാജയങ്ങളെ ഭയപ്പെടാതിരിക്കുക. 10 തെറ്റായ ആശയങ്ങളിൽ നിന്നായിരിക്കും ഒരു മികച്ച സർഗാത്മക ആശയം ജനിക്കുന്നത്. പരീക്ഷിക്കാനുള്ള മടി മാറ്റിവെക്കുക. വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ്. ഹൃദയമില്ലാത്ത യന്ത്രങ്ങളുടെ ലോകത്തെ മനുഷ്യസ്പർശം. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്രയൊക്കെ പുരോഗമിച്ചാലും കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യന്റെ തലച്ചോറിനേക്കാൾ വേഗത കൈവന്നാലും ഒരു കാര്യത്തിൽ അവ എപ്പോഴും മനുഷ്യന് പിന്നിലായിരിക്കും. അതാണ് ഹൃദയം. ഇവിടെ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് വികാരങ്ങളെയാണ്. AI മനുഷ്യന്റെ വികാരങ്ങളെ തിരിച്ചറിയാൻ കോഡിങ്ങിലൂടെ സാധിച്ചേക്കാം. ഒരു മനുഷ്യൻ കരയുമ്പോഴോ ചിരിക്കുമ്പോഴോ ഫേഷ്യൽ റെക്കഗ്നീഷൻ വഴി അത് മനസ്സിലാക്കാൻ AI കഴിയും. എന്നാൽ ആ വികാരത്തെ അനുഭവിക്കാൻ അതിനൊരിക്കലും കഴിയില്ല. ഇവിടെയാണ് വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ്, EQ എന്ന കഴിവ് നമ്മുടെ ഏറ്റവും വലിയ ആയുധമാകുന്നത്. AI യുഗത്തിൽ നിങ്ങളുടെ IQ, ഇന്റലിജൻസ് കോഷ്യന്റിനേക്കാൾ മുൻഗണന കമ്പനികൾ നൽകുക നിങ്ങളുടെ EQവിനായിരിക്കും. സ്വന്തം വികാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും ഉള്ള കഴിവും അതോടൊപ്പം മറ്റുള്ളവരുടെ വികാരങ്ങളെയും മാനസികാവസ്ഥകളെയും തിരിച്ചറിഞ്ഞ് അവരോട് സഹാനുഭൂതിയോടെ, എമ്പതിയോടെ പെരുമാറാനുള്ള പ്രാപ്തിയാണ് വൈകാരിക ബുദ്ധി. ഒരു യന്ത്രത്തിന് ഒരു ജീവനക്കാരന്റെ പെർഫോമൻസ് ഗ്രാഫ് താഴോട്ട് പോകുന്നത് കാണിച്ചു തരാൻ കഴിയും. എന്നാൽ ആ ജീവനക്കാരൻ കടന്നുപോയ വ്യക്തിപരമായ പ്രതിസന്ധിയോ മാനസിക വിഷമങ്ങളോ തിരിച്ചറിഞ്ഞ് അവനെ ചേർത്ത് പിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒരു മനുഷ്യ മാനേജർക്ക് മാത്രമേ സാധിക്കൂ. വൈകാരിക ബുദ്ധിയുടെ 4 തൂണുകൾ. സ്വയം തിരിച്ചറിവ്, സെൽഫ് അവെയർനെസ്. സ്വന്തം വികാരങ്ങളെയും അവ നമ്മുടെ പെരുമാറ്റത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായി അറിയുക. സ്വയം നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, നിരാശ തുടങ്ങിയ വികാരങ്ങൾക്ക് അടിപ്പെടാതെ യുക്തിപൂർവം പെരുമാറുക. സഹാനുഭൂതി, എമ്പതി. മറ്റൊരാളുടെ സ്ഥാനത്ത് സ്വയം നിന്ന് ചിന്തിക്കുക. അവരുടെ സങ്കടങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കുക. സാമൂഹിക നൈപുണ്യം, സോഷ്യൽ സ്കിൽസ്. ആളുകളുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും മറ്റുള്ളവരെ സ്വാധീനിക്കാനും ഉള്ള കഴിവ്. ഭാവിയിൽ സാങ്കേതികമായ ജോലികളെല്ലാം AI ചെയ്യുമ്പോൾ ജോലിസ്ഥലങ്ങളിൽ മനുഷ്യർ തമ്മിലുള്ള ഇടപഴകലുകൾക്ക് പ്രാധാന്യം കൂടും. ഉപഭോക്താക്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ബിസിനസ് ഡീലുകൾ ഉറപ്പിക്കുക, ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ഓഫീസിലെ ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്തുക എന്നിവയെല്ലാം മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കൗൺസിലിംഗ്, നഴ്സിംഗ്, കസ്റ്റമർ റിലേഷൻസ്, ഹ്യൂമൻ റിസോഴ്സസ് തുടങ്ങിയ മേഖലകളിൽ വൈകാരിക ബുദ്ധിയുള്ള മനുഷ്യർക്ക് പകരക്കാരെ കണ്ടെത്താൻ AI കഴിയില്ല. വൈകാരിക ബുദ്ധി എങ്ങനെ വളർത്താം? സജീവമായി കേൾക്കുക, ആക്റ്റീവ് ലിസണിംഗ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ മറുപടി പറയാൻ വേണ്ടി മാത്രം കേൾക്കാതെ അവരുടെ വികാരം മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുക. പ്രതികരണങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുക. പോസ് ബിഫോർ യു റിയാക്ട്. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ 10 വരെ എണ്ണുക എന്ന് പറയുന്നത് പോലെ വികാരങ്ങളുടെ പുറത്ത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക.
എമ്പതി പരിശീലിക്കുക. ആളുകളെ കുറ്റപ്പെടുത്തുന്നതിനു മുമ്പ് ഞാൻ അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്ന് ആലോചിക്കുക. അഡാപ്റ്റബിലിറ്റി, മാറ്റങ്ങളുടെ കൊടുങ്കാറ്റിൽ തളരാത്ത മനസ്സ്. ഏറ്റവും ശക്തനോ ബുദ്ധിമാനോ ആയ ജീവിയല്ല അതിജീവിക്കുന്നത്, മാറ്റങ്ങളോട് ഏറ്റവും വേഗത്തിൽ പൊരുത്തപ്പെടുന്ന ജീവിയാണ്. ഈ വാക്യം ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് AI യുഗത്തിലാണ്. സാങ്കേതിക വിദ്യ മാറുന്ന വേഗത പ്രവചനാതീതമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയറോ പ്രോഗ്രാമിംഗ് ഭാഷയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തൊഴിൽ രീതിയോ അടുത്ത 2 വർഷത്തിനുള്ളിൽ കാലഹരണപ്പെട്ടേക്കാം. ഈ സാഹചര്യത്തിൽ നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ അഡാപ്റ്റബിലിറ്റി അഥവാ പൊരുത്തപ്പെടാനുള്ള കഴിവാണ്. മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുക. പലരും പുതിയ മാറ്റങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ഭയത്തോടെയോ എതിർപ്പോടെയോ ആണ് കാണുന്നത്. കമ്പ്യൂട്ടർ വന്ന കാലത്ത് അതിനെതിരെ സമരം ചെയ്ത ചരിത്രം നമുക്കുണ്ട്. എന്നാൽ കമ്പ്യൂട്ടറുകൾ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അതുപോലെ AI-യെയും നമുക്ക് തടയാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നതിന് പകരം അതിനോട് പൊരുത്തപ്പെടുകയാണ് ബുദ്ധി. അഡാപ്റ്റബിലിറ്റി എന്നാൽ വെറുതെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക മാത്രമല്ല, നിരന്തരം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ലേണിംഗ് കൂടിയാണ്. അൺലേൺ ആൻഡ് റീലേൺ. ഭാവിയിലെ സാക്ഷരത എഴുതാനും വായിക്കാനുമുള്ള കഴിവല്ല, മറിച്ച് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ ചെയ്യാനുള്ള കഴിവാണ്. ലേൺ എന്നാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അൺലേൺ എന്നാൽ നമ്മൾ പണ്ട് പഠിച്ച എന്നാൽ ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും ചിന്താഗതികളെയും മനഃപൂർവ്വം മറന്നുകളയുക. റീലേൺ, മാറിയ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ പുതിയ കാര്യങ്ങൾ വീണ്ടും പഠിച്ചെടുക്കുക. AI യുഗത്തിൽ ഇതെങ്ങനെ പ്രയോഗിക്കാം? നിങ്ങൾ ഒരു കണ്ടന്റ് റൈറ്റർ ആണെന്ന് കരുതുക. AI വന്നതോടെ സാധാരണ ലേഖനങ്ങൾ എഴുതുന്ന ജോലി AI ഏറ്റെടുത്തു. ഇവിടെ അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു മനുഷ്യൻ എന്തു ചെയ്യും? അവൻ എഴുത്തു നിർത്തുകയില്ല, പകരം AI ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കും. AI അസിസ്റ്റഡ് റൈറ്റിംഗ്. അതിനുശേഷം AI എഴുതിയ കണ്ടന്റുകൾ പരിശോധിച്ച് അതിലേക്ക് മനുഷ്യന്റെ തനതായ ശൈലിയും വികാരങ്ങളും ചേർത്തുള്ള ഹ്യൂമൻ എഡിറ്റിംഗ് എന്ന പുതിയൊരു മേഖലയിലേക്ക് അവൻ മാറും. ഇതാണ് പൊരുത്തപ്പെടൽ. അഡാപ്റ്റബിലിറ്റി എങ്ങനെ വളർത്തിയെടുക്കാം? വളർച്ചയ്ക്കായുള്ള ചിന്താഗതി, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എനിക്ക് ഇത്രയൊക്കെയേ കഴിയൂ എന്ന ചിന്ത മാറ്റി എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം വളർത്തുക. കംഫർട്ട് സോണിന് പുറത്തു കടക്കുക. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സുരക്ഷിതമായ ജോലികളിൽ നിന്ന് മാറി പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. പരീക്ഷണങ്ങളെ സ്നേഹിക്കുക. പുതിയ ടൂളുകൾ, പുതിയ ആശയങ്ങൾ എന്നിവ പരീക്ഷിച്ചു നോക്കാൻ മടി കാണിക്കരുത്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനപ്പുറമുള്ള ആത്മബന്ധം. AI ടൂളുകൾക്ക് വളരെ കൃത്യമായ വ്യാകരണത്തോടെ മനോഹരമായ ഭാഷയിൽ ഇമെയിലുകളും ബിസിനസ് റിപ്പോർട്ടുകളും തയ്യാറാക്കാൻ കഴിയും. ഒരുപക്ഷെ മനുഷ്യരെക്കാൾ മികച്ച ഭാഷാശുദ്ധി അതിനുണ്ടായേക്കാം. എന്നാൽ യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ വെറുമൊരു സന്ദേശം കൈമാറലല്ല, അത് 2 വ്യക്തികൾ തമ്മിലുള്ള ആശയപരമായ പൊരുത്തവും പരസ്പര വിശ്വാസവും ആത്മബന്ധവും സ്ഥാപിക്കലാണ്. AI-ക്ക് വിവരങ്ങൾ കൈമാറാൻ കഴിയും, ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ. എന്നാൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, കണക്ട് ചെയ്യാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. ഭാവി ലോകത്ത് കമ്പനികൾക്കിടയിലും വ്യക്തികൾക്കിടയിലുമുള്ള മത്സരങ്ങൾ കൂടുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ സംവദിക്കാൻ കഴിയുന്നവർക്കായിരിക്കും മുൻഗണന. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർക്ക് ആളുകളുടെ ഉള്ളിലെ ഭയത്തെ മാറ്റാനും അവരിൽ പ്രതീക്ഷ നിറയ്ക്കാനും അവരെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാനും സാധിക്കും. AI തരുന്ന ഡാറ്റയെ ആവേശമുണർത്തുന്ന ഒരു കഥയാക്കി, സ്റ്റോറി ടെല്ലിംഗ് ആക്കി മാറ്റി ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ. കമ്മ്യൂണിക്കേഷന്റെ പ്രധാന ഘടകങ്ങൾ: കഥ പറയൽ, സ്റ്റോറി ടെല്ലിംഗ്. മനുഷ്യർ എപ്പോഴും കഥകളെ ഇഷ്ടപ്പെടുന്നവരാണ്. വരണ്ട ഡാറ്റകളേക്കാൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തട്ടുന്ന കഥകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ സ്വാധീനമുണ്ടാകും. ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് ആൻഡ് ടോൺ. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളേക്കാൾ പ്രാധാന്യം നമ്മുടെ മുഖഭാവത്തിനും ശബ്ദ വ്യതിയാനങ്ങൾക്കും, ടോൺ ഓഫ് വോയിസ്, കണ്ണുകളിലെ ഭാവങ്ങൾക്കും ഉണ്ട്. ഇതൊരിക്കലും ഒരു സ്ക്രീനിനോ അൽഗോരിതത്തിനോ അനുകരിക്കാനാവില്ല. വിശ്വാസ്യത അഥവാ ഓതന്റിസിറ്റി.
ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഉള്ള ആത്മാർത്ഥതയും വിശ്വാസ്യതയും ശ്രോതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും. AI മറികടക്കാൻ ഇതെങ്ങനെ സഹായിക്കുന്നു? ബിസിനസ് മീറ്റിംഗുകൾ, ഇൻവെസ്റ്റർമാരെ കണ്ട് സംസാരിക്കൽ, ക്ലയന്റുകളുമായുള്ള ചർച്ചകൾ എന്നിവയിലെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിർണായകമാണ്. AI തയ്യാറാക്കി തരുന്ന പ്രസന്റേഷൻ എത്ര മികച്ചതാണെങ്കിലും അത് സ്റ്റേജിൽ വന്ന് ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ കയ്യടി വാങ്ങി അവതരിപ്പിക്കാൻ ഒരു മനുഷ്യൻ തന്നെ വേണം. രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും കലയിലും മികച്ച കമ്മ്യൂണിക്കേറ്റർമാർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ മെച്ചപ്പെടുത്താം? പബ്ലിക് സ്പീക്കിംഗ് പരിശീലിക്കുക. ചെറിയ ഗ്രൂപ്പുകളിലോ കൂട്ടായ്മകളിലോ സംസാരിക്കാൻ അവസരങ്ങൾ കണ്ടെത്തുക. ഭയം മാറ്റുക. കഥകൾ പറയാൻ പരിശീലിക്കുക. ഏതൊരു കാര്യവും അവതരിപ്പിക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഉദാഹരണമോ അനുഭവമോ ചേർത്ത് വയ്ക്കുക. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ കൃത്യമായ ഐ കോണ്ടാക്ട് നിലനിർത്താനും പുഞ്ചിരിക്കാനും ശ്രദ്ധിക്കുക. ലീഡർഷിപ്പും ടീം വർക്കും. ഒരൊറ്റ മനസ്സായി മനുഷ്യരെ നയിക്കുക. AIക്ക് ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളെയും സെർവറുകളെയും ഒരേ സമയം നിയന്ത്രിക്കാനും അവ തമ്മിൽ ഡാറ്റ പങ്കുവെക്കാനും സാധിക്കും. എന്നാൽ വ്യത്യസ്ത ചിന്താഗതികളും വികാരങ്ങളുമുള്ള ഒരു പറ്റം മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുപോകാനും അവരെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും AIക്ക് കഴിയില്ല. ഇവിടെയാണ് ലീഡർഷിപ്പും ടീം വർക്കും എന്ന മാന്ത്രികമായ മാനുഷിക സ്കിൽ പ്രസക്തമാകുന്നത്. ഭാവിയിലെ ഓഫീസുകൾ മനുഷ്യരും AI ടൂളുകളും ചേർന്ന ഒരു മിശ്രിതമായിരിക്കും. അവിടെ മനുഷ്യരെയും യന്ത്രങ്ങളെയും ഒരുപോലെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മികച്ച ലീഡർമാർ ആവശ്യമാണ്. പഴയ കാലത്തെ ലീഡർഷിപ്പ് വെറുതെ ഉത്തരവുകൾ കൊടുക്കലായിരുന്നു, കമാൻഡ് ആൻഡ് കൺട്രോൾ. എന്നാൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ AI ചെയ്യും. നാളത്തെ ലീഡർഷിപ്പ് പ്രചോദനം നൽകൽ അഥവാ ഇൻസ്പിരേഷണൽ ലീഡർഷിപ്പ് ആണ്. ഒരു യന്ത്രത്തിന് കൃത്യമായ ടാസ്കുകൾ നിശ്ചയിച്ച് നൽകാനാകും. എന്നാൽ ഒരു ജീവനക്കാരൻ മാനസികമായി തളർന്നിരിക്കുമ്പോൾ അയാളുടെ തോളിൽ കൈവച്ച് നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നൽകാൻ ഒരു ലീഡർക്ക് മാത്രമേ സാധിക്കൂ. ഭാവിയിൽ ടീം വർക്ക് എന്നാൽ മനുഷ്യർ തമ്മിലുള്ള സഹകരണം മാത്രമല്ല, മനുഷ്യനും AIയും തമ്മിലുള്ള സഹകരണം കൂടിയാണ്. ഹ്യൂമൻ AI കൊളാബറേഷൻ. AI നൽകുന്ന ഡാറ്റയെ ടീം അംഗങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കുകയും ഒപ്പമുള്ളവരുടെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ടീം വർക്ക്. യന്ത്രങ്ങൾക്കൊരിക്കലും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കൂട്ടായ്മ സൃഷ്ടിക്കാൻ കഴിയില്ല. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. പരസ്പരം വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയ്ക്കാണ് ഏറ്റവും വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മികച്ച ലീഡർഷിപ്പ് പാഠവുമുള്ള ഒരാളെ ഒരു കമ്പനിക്കും AIയെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ആളുകൾ വിശ്വസിക്കുന്നത് AI അൽഗോരിതങ്ങളെയല്ല, മറിച്ച് തങ്ങളെ നയിക്കുന്ന മനുഷ്യനെയാണ്. ലീഡർഷിപ്പ് പദവികൾ എങ്ങനെ വളർത്താം? ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒളിച്ചോടാതെ മുന്നിൽ നിന്ന് നയിക്കാൻ ശീലിക്കുക. ടീമിന് ക്രെഡിറ്റ് നൽകുക. വിജയമുണ്ടാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ടീമിന് നൽകാനും പരാജയത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനും തയ്യാറാവുക. എല്ലാവരെയും ഉൾക്കൊള്ളുക. ഇൻക്ലൂസിവിറ്റി. ടീമിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾക്ക് വില നൽകുക. സാംസ്കാരിക ബോധം. അതിരുകളില്ലാത്ത ലോകത്തെ ആഗോള പൗരൻ. ഇന്റർനെറ്റും AIയും ലോകത്തെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിലെയോ ജപ്പാനിലെയോ ആഫ്രിക്കയിലെയോ ആളുകളുമായി നിമിഷങ്ങൾക്കകം ബിസിനസ് ചെയ്യാം. AI ടൂളുകൾ ഭാഷാപരമായ തടസ്സങ്ങൾ, ലാംഗ്വേജ് ബാരിയേഴ്സ് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റും AI വോയിസ് ടൂളുകളും വഴി ഏത് ഭാഷയും നമുക്ക് മനസ്സിലാക്കാം. ഭാഷ വിവർത്തനം ചെയ്യാൻ AIക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു സംസ്കാരത്തിന്റെ ആത്മാവ് മനസ്സിലാക്കാൻ അതിന് കഴിയില്ല. ഇവിടെയാണ് സാംസ്കാരിക ബോധം, കൾച്ചറൽ ഇന്റലിജൻസ് CQ പ്രാധാന്യമർഹിക്കുന്നത്. വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ശീലങ്ങൾ, ശരീരഭാഷ എന്നിവ മനസ്സിലാക്കാനും അവയെ ബഹുമാനിച്ചുകൊണ്ട് അവരുമായി വിജയകരമായി ഇടപഴകാനുമുള്ള കഴിവാണ് സാംസ്കാരിക ബോധം. ഭാവിയിലെ ബിസിനസ്സുകളും ജോലികളും പൂർണ്ണമായും ഗ്ലോബലായിരിക്കും.
വൈവിധ്യമാർന്ന ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുമ്പോൾ സാംസ്കാരികമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. ഒരു സംസ്കാരത്തിൽ തമാശയായി കാണുന്ന ഒരു കാര്യം മറ്റൊരു സംസ്കാരത്തിൽ അപമാനമായി തോന്നിയേക്കാം. എഐക്ക് ഇത്തരം സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. ഉയർന്ന സാംസ്കാരിക ബോധമുള്ള ഒരു മനുഷ്യന് മാത്രമേ ആഗോളതലത്തിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനും നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്താനും സാധിക്കൂ. സാംസ്കാരിക ബോധം എങ്ങനെ വളർത്താം? യാത്രകൾ ചെയ്യുക, വ്യത്യസ്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ മനുഷ്യരുമായി ഇടപഴകുകയും ചെയ്യുക. വിവിധ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുക. ലോകത്തെ വിവിധ ജനവിഭാഗങ്ങളുടെ ചരിത്രവും ജീവിത രീതികളും പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും മനസ്സിലാക്കുക. മുൻവിധികൾ മാറ്റിവെക്കുക. സ്റ്റീരിയോ ടൈപ്സ്. ഒരു പ്രത്യേക നാട്ടിലെ ആളുകൾ ഇങ്ങനെയാണ് എന്ന തരത്തിലുള്ള മുൻവിധികൾ മനഃപൂർവ്വം ഒഴിവാക്കുക. എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. നന്മയും തിന്മയും തിരിച്ചറിയുന്ന വിവേകം. എഐ യുഗത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ധാർമ്മികതയാണ്, എത്തിക്സ്. എഐക്ക് സ്വന്തമായി മനസ്സാക്ഷിയോ ശരി തെറ്റുകളെക്കുറിച്ചുള്ള ബോധമോ ഇല്ല. അതിന് നൽകിയിരിക്കുന്ന ഡാറ്റയുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അത് പ്രവർത്തിക്കുന്നു. ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാൻ എഐയോട് ആവശ്യപ്പെട്ടാൽ അത് മനുഷ്യർക്കോ പരിസ്ഥിതിക്കോ ദോഷകരമാകുന്ന തീരുമാനങ്ങൾ പോലും എടുത്തേക്കാം. ഇവിടെയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അഥവാ ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഒരു വലിയ സ്കില്ലായി മാറുന്നത്. ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് എത്രത്തോളം ലാഭകരമാണ് എന്ന് നോക്കുന്നതിനൊപ്പം അത് സമൂഹത്തിന് ഗുണകരമാണോ, ആർക്കെങ്കിലും ദോഷം ചെയ്യുമോ, ധാർമ്മികമായി അത് ശരിയാണോ എന്ന് ആലോചിക്കാനുള്ള മനുഷ്യന്റെ കഴിവാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. എഐ സാങ്കേതിക വിദ്യകൾ വരും ദിവസങ്ങളിൽ മെഡിക്കൽ രംഗം, നിയമം, രാഷ്ട്രീയം, ഡിഫൻസ് തുടങ്ങിയ അതീവ സുപ്രധാന മേഖലകളിൽ ഉപയോഗിക്കപ്പെടും. ഈ മേഖലകളിലെല്ലാം എഐ നൽകുന്ന നിർദ്ദേശങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. അവിടെ ധാർമ്മികതയുടെ ഒരു ഹ്യൂമൻ ഫിൽട്ടർ അത്യാവശ്യമാണ്. ഒരു രോഗിക്ക് എന്ത് ചികിത്സ നൽകണം എന്ന് എഐ നിർദ്ദേശിച്ചാലും ആ രോഗിയുടെ മാനസികാവസ്ഥയും കുടുംബ പശ്ചാത്തലവും നോക്കി അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഡോക്ടറാണ്. കമ്പനികൾക്ക് ഭാവിയിൽ ഏറ്റവും ആവശ്യം ധാർമ്മിക ബോധമുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരെയായിരിക്കും. എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ പരിശീലിക്കാം? വലിയ ചിത്രത്തിലേക്ക് നോക്കുക. ലുക്ക് അറ്റ് ദി ബിഗ്ഗർ പിക്ചർ. നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനം സമൂഹത്തെയും വരും തലമുറയെയും എങ്ങനെ ബാധിക്കും എന്നാലോചിക്കുക. തത്വങ്ങൾ മുറുകെ പിടിക്കുക. താത്കാലിക ലാഭങ്ങൾക്കായി നിങ്ങളുടെ മൂല്യങ്ങളിൽ, വാല്യൂസിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് നിയമപരമായി ശരിയാണെങ്കിലും ധാർമ്മികമായി ശരിയാണോ എന്ന് സ്വയം ചോദിക്കുക. ടെക് സാക്ഷരതയും എഐ മാനേജ്മെന്റും. യന്ത്രത്തിന്റെ യജമാനനാകുക. എഐയോട് മത്സരിച്ച് ജയിക്കുക സാധ്യമല്ല. മറിച്ച് എഐയെ നമ്മുടെ ആവശ്യങ്ങൾക്കായി കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് ബുദ്ധി. ഭാവിയിൽ എഐ നമ്മുടെ ജോലികൾ ഇല്ലാതാക്കില്ല. പകരം എഐ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യൻ എഐ ഉപയോഗിക്കാൻ അറിയാത്ത മനുഷ്യന്റെ ജോലി ഇല്ലാതാക്കും. എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? ലളിതമായി പറഞ്ഞാൽ ChatGPT, മിഡ്ജേണി തുടങ്ങിയ എഐ ടൂളുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെ ചോദിച്ചു വാങ്ങാം എന്ന കലയാണിത്. എഐക്ക് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളെയാണ് പ്രോംപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എഐയോട് ചോദിക്കുന്നതും ഈ സാങ്കേതിക വിദ്യ നന്നായി അറിയാവുന്ന ഒരാൾ ചോദിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. എഐയോട് കൃത്യമായി സംവദിക്കാനും അതിനെക്കൊണ്ട് മികച്ച രീതിയിൽ ജോലി ചെയ്യിക്കാനും അറിയുന്നവർ ഭാവിയിലെ വലിയ മാനേജർമാരായി മാറും. എഐ നമ്മുടെ അടിമയാണ്, യജമാനനല്ല. സാങ്കേതിക വിദ്യയെ ഭയപ്പെടുന്നവർ അതിന്റെ അടിമകളായി മാറും. എന്നാൽ അതിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കുന്നവർ അതിനെ ഒരു മികച്ച അസിസ്റ്റന്റായി കൂടെ കൂട്ടും. ഒരു അക്കൗണ്ടന്റ് മണിക്കൂറുകളോളം ഇരുന്ന് ചെയ്യേണ്ട കണക്കുകൾ ഇന്ന് എഐ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യും. ഇവിടെ ടെക് സാക്ഷരതയുള്ള ഒരു അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? അവൻ ആ ഡാറ്റ എഐയെ കൊണ്ട് ചെയ്യിച്ചെടുത്ത് സമയം ലാഭിക്കും. ആ ലാഭിച്ച സമയം ഉപയോഗിച്ച് കമ്പനിക്ക് എങ്ങനെ നികുതി കുറയ്ക്കാം, എവിടെയൊക്കെ നിക്ഷേപം നടത്താം എന്ന സ്ട്രാറ്റജിക് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ടെക് സാക്ഷരത എങ്ങനെ വളർത്താം? പുതിയ ടൂളുകൾ ഉപയോഗിച്ച് നോക്കുക.
നിങ്ങളുടെ മേഖലയിൽ വരുന്ന പുതിയ AI ടൂളുകൾ എന്തൊക്കെയാണെന്ന് നിരന്തരം അന്വേഷിക്കുകയും അവ ഉപയോഗിച്ചു നോക്കുകയും ചെയ്യുക. ലോജിക്കൽ ചിന്ത വളർത്തുക. AI എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് ലഘുവായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അൽഗോരിതംസ് ആൻഡ് ഡാറ്റ കൃത്യമായി ചോദിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തതയോടെയും ഘടനയോടെയും അവതരിപ്പിക്കാൻ പഠിക്കുക. റെസീലിയൻസ് വീഴുമ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്ന മാനസിക കരുത്ത്. നമ്മൾ എത്രയൊക്കെ കഴിവുകൾ നേടിയാലും ഭാവി ലോകം വലിയ മാറ്റങ്ങൾക്കും അപ്രതീക്ഷിതമായ തിരിച്ചടികൾക്കും സാക്ഷ്യം വഹിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കമ്പനികൾ മാറും, തൊഴിൽ വിപണി മാറും. ചിലപ്പോൾ നമ്മൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് മോഡലുകൾ തന്നെ ഒറ്റ രാത്രി കൊണ്ട് തകർന്നേക്കാം. ഇത്തരമൊരു വോളറ്റൈൽ ലോകത്ത് നമ്മെ തളരാതെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും നിർണായകമായ സ്കില്ലാണ് റെസീലിയൻസ് അഥവാ മാനസിക കരുത്ത്. പ്രതിസന്ധികളോ പരാജയങ്ങളോ ഉണ്ടാകുമ്പോൾ തകർന്നു പോകാതെ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള മനുഷ്യന്റെ മാനസിക ക്ഷമയാണ് റെസീലിയൻസ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് സിഗ്നൽ നഷ്ടപ്പെടുകയോ തകരാർ സംഭവിക്കുകയോ ചെയ്താൽ അത് ക്രാഷ് ആകുന്നു. അതിന് സ്വയം നന്നാക്കാൻ കഴിയില്ല. മറ്റൊരാൾ വന്ന് റീബൂട്ട് ചെയ്യണം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. എത്ര വലിയ സാമ്പത്തിക മാനസിക തകർച്ചയുണ്ടായാലും സ്വന്തം ചിന്തകളിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും വീണ്ടും എഴുന്നേൽക്കാൻ മനുഷ്യന് സാധിക്കും. AI യുഗത്തിൽ ഒരേ ജോലിയിൽ തന്നെ ജീവിതാവസാനം വരെ തുടരാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. കരിയറിൽ പലതവണ മാറ്റങ്ങളും പരാജയങ്ങളും നേരിടേണ്ടി വരാം. അത്തരം ഘട്ടങ്ങളിൽ ഡിപ്രഷനിലേക്ക് പോകാതെ ഇതൊരു താത്കാലിക പ്രതിസന്ധി മാത്രമാണ്, എനിക്ക് പുതിയൊരു വഴി കണ്ടെത്താനാകും എന്ന് ചിന്തിക്കാൻ റെസീലിയൻസ് അത്യാവശ്യമാണ്. റെസീലിയൻസ് എങ്ങനെ വളർത്താം? പരാജയങ്ങളെ പഠനമാക്കുക. പരാജയം എന്നാൽ അവസാനമല്ല, മറിച്ച് എവിടെയോ തിരുത്താനുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. മാനസികാരോഗ്യം സംരക്ഷിക്കുക. ധ്യാനം, വ്യായാമം, നല്ല സൗഹൃദങ്ങൾ എന്നിവയിലൂടെ മനസ്സിന് കരുത്തു പകരുക. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഒപ്റ്റിമിസം മാറ്റങ്ങളെ ഭയത്തോടെയല്ല പുതിയ അവസരങ്ങളായാണ് കാണേണ്ടത് എന്ന പോസിറ്റീവ് ചിന്ത വളർത്തുക. നമ്മൾ ഈ പുസ്തകത്തിന്റെ അവസാന താളുകളിൽ എത്തി നിൽക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് മനുഷ്യരാശിക്ക് ഭീഷണിയോ അതോ അനുഗ്രഹമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. യന്ത്രങ്ങൾക്ക് വേഗതയുണ്ടാകാം, കൃത്യതയുണ്ടാകാം, വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള ശേഷിയുണ്ടാകാം. എന്നാൽ അവയ്ക്കൊരിക്കലും ഒരു മനുഷ്യന്റെ കണ്ണീരിന്റെ വിലയറിയില്ല, പുഞ്ചിരിയുടെ അർത്ഥമറിയില്ല, ഒരു പുതിയ സ്വപ്നം കാണാൻ കഴിയില്ല. ഈ പുസ്തകത്തിൽ നമ്മൾ ചർച്ച ചെയ്ത 10 കഴിവുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: യന്ത്രങ്ങൾ കൂടുതൽ സ്മാർട്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ മനുഷ്യരാകണം. സാങ്കേതിക വിദ്യയെ ഭയന്ന് പിന്നോട്ട് മാറേണ്ടതില്ല. AI ഒരു കൊടുങ്കാറ്റായി വരുമ്പോൾ അതിനെതിരെ മതിൽ കെട്ടുകയല്ല വേണ്ടത്, മറിച്ച് ആ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കപ്പൽ മുന്നോട്ട് നയിക്കാനുള്ള പായ്മരങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടത്. ഈ 10 കഴിവുകൾ നിങ്ങളുടെ പായ്മരങ്ങളാണ്. ഭാവി AI-യുടേതല്ല, മറിച്ച് AI-യെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വന്തം മാനുഷിക മൂല്യങ്ങൾ കൈവിടാതെ മുന്നോട്ടു പോകുന്ന മനുഷ്യൻ്റേതാണ്. ആ ഭാവിയുടെ ശില്പികളാകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.